ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ പാർട്ടി ബന്ധം പുറത്തായതോടെ പ്രതിരോധത്തിലായി കോൺഗ്രസ്. കൊച്ചി കോർപ്പറേഷൻ ഉപതെരഞ്ഞെടുപ്പിൽ മറ്റ് വനിതാ നേതാക്കളെ മാറ്റി നിർത്തി രഞ്ജിത്തിന്റെ ഭാര്യയ്ക്ക് സീറ്റ് നൽകിയതും ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടിട്ടാണ്. രഞ്ജിത്ത് അറസ്റ്റിലായതോടെ പാർട്ടിക്കുള്ളിൽ ചർച്ചയാവുകയാണ് രഞ്ജിത്ത് വാര്യരുടെ കോൺഗ്രസ് ബന്ധം. വിജിലൻസ് കേസിൽ ഇഡി ഉദ്യോഗസ്ഥൻ പ്രതിയായതിനെ കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരായ ആയുധമാക്കുകയായിരുന്നു കോൺഗ്രസ് CPM നേതൃത്വങ്ങൾ. കോൺഗ്രസ് ഭരണസമിതിയുള്ള നിരവധി സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ ഇഡി അന്വേഷിക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് ദേശീയ നേതാക്കളുടെ കള്ളപ്പണ ഇടപാടുകളിലെ അന്വേഷണവും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നേതാക്കളടക്കം പ്രതിക്കൂട്ടിലായതോടെ CPMഉം ഇഡിക്കെതിരെ തിരിഞ്ഞിരുന്നു. ഇത് അവസരമാക്കി ഇഡി ഓഫീസ് വളപ്പിലേക്ക് കടന്നുകയറി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങളും നടത്തിയിരുന്നു. ഇതിനിടെ കൊച്ചി കോർപ്പറേഷൻ സൗത്ത് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രഞ്ജിത്ത് വാര്യരുടെ ഭാര്യ അനിത വാര്യരെ മത്സരിപ്പിക്കുകയും BJP സ്ഥാനാർത്ഥി പത്മജ മേനോനോട് തോൽക്കുകയും ചെയ്തിരുന്നു. നേതാക്കളിലുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തിയാണ് രഞ്ജിത്ത് ഭാര്യയ്ക്ക് സ്ഥാനാർത്ഥിത്വം തരപ്പെടുത്തിയത്. ഹൈബി MP ചെയർമാനായ സൗഖ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ട്രസ്റ്റിയുമായിരുന്നു. ഈ വാർത്തകൾ പുറത്തുവന്നതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലാണ്. കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം നേരിടുന്ന വ്യവസായി അനീഷ് ബാബുവിന്റെ മൊഴികൾ മാത്രം അടിസ്ഥാനമാക്കിയായിരുന്നു വിജിലൻസ് ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ പ്രതിയേർത്തത്. ആരോപണങ്ങൾ നിഷേധിച്ച് ഇഡി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ജനം, കൊച്ചി.